ഇതാണ് ഇപ്പൊ ചോദ്യങ്ങൾ എവിടേക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. നിരന്തരം ഇപ്പം നമ്മുടെ മറ്റേ ഫോർത്ത് ഇതെന്ന് പറയും പില്ലർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജേർണലിസ്റ്റിലെ സപ്പോർട്ട് ഒരുപാട് കളക്റ്റീവിനും എനിക്കും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് റോങ് ആയിട്ടും പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ we can't do all the work unless and until we have the support of the journalists. Because if the politicians are not asked the questions again and again and again and again, അവരെ നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ട് നിർത്തിയില്ലെങ്കിൽ then there is no give and take. എന്നോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും, ഇതേ ഉത്തരങ്ങളായിരിക്കും ഞാൻ ചിലപ്പോൾ ഇനി 2 വർഷം കഴിഞ്ഞാലും പറയാൻ പോകുന്നത്. ബിക്കോസ് എനിക്ക് ചെയ്യാവുന്ന ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം, സത്യം വെളിപ്പെടുത്താം. പക്ഷേ ലീഗലായിട്ടുള്ള സിസ്റ്റത്തിലും നമ്മുടെ ഗവൺമെന്റൽ സ്പേസസിലും അവർ ചെയ്യേണ്ട ജോലി അവരല്ലേ ചെയ്യുള്ളൂ. അവർ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്തില്ല എന്ന് പറയാൻ മാത്രം ഞാൻ നിൽക്കും. ബിക്കോസ് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഈ ഒരു സ്റ്റേറ്റിൽ വി ഹാവ് ആർ റൈറ്റ്സ്. ആ റൈറ്റ്സിന് പ്രകാരമായിട്ടുള്ള സേഫ്റ്റി എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നതിനേക്കാളും വളരെ കുറവ് റൈറ്റ്സാണ് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഇനി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ മേ ബി എനിക്ക് മനസാക്ഷി കുത്തുണ്ടാവും, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. പാർവതി, ഒരുപാട് ഗൗരവമുള്ള വിഷയങ്ങളാണ് സംസാരിക്കുക. എന്നോട് അത് ചോദിക്കാറുള്ളൂ നിങ്ങളെല്ലാവരും. അതാണ് എന്തെങ്കിലും രാവിലെ എന്താ അപ്പാണോ ഇഷ്ടം ഇടിയപ്പാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ അത് പറയും. അതാണ് മെയിൻലി നടക്കാൻ. അപ്പോൾ സത്യത്തില് കാൽപ്പനികമായ പ്രണയത്തെക്കുറിച്ച് കുറെ സമയം സംസാരിക്കുന്നതോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കല്പങ്ങളോ, അതായത് നമ്മളിപ്പോ ഒരു നടിയോട് പല കാര്യങ്ങളും നമ്മൾ ചോദിക്കും, പക്ഷേ ചില കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ റെസ്ട്രിക്ഷൻസ് വരുന്നതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാറില്ല. അപ്പോൾ പാർവതി കാൽപ്പനികമായ പ്രണയസങ്കല്പങ്ങളെ വായനയെക്കുറിച്ചോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, ഇത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലായിരിക്കും, നമ്മൾ വേറെ എവിടെയോ ആണെന്ന് സങ്കല്പിച്ചാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളിലൂടെ പോകുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും പാർവതി സ്വയം സംസാരിക്കാത്തതാണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരാത്തതാണോ? അയ്യോ, തുടക്കത്തിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ചേട്ടാ ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ചോദിക്കാതെ. ബിക്കോസ് ഇറ്റ്സ് നൺ ഓഫ് എനിബഡീസ് ബിസിനസ് രജനീഷ്. മൈ ജോബ് ഇസ് ബീങ് ആൻ ആക്ടർ. ഞാനൊരു നടിയാണ്. ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ആ ജോലി ചെയ്യാന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി. ആ സിനിമ നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ നന്നായി അഭിനയിച്ചു അല്ല മോശമായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു കിട്ടേണ്ട ഫീഡ്ബാക്കാണ്. അതിൽ കവിഞ്ഞ് നമ്മൾ തമ്മിൽ ബന്ധമില്ല. ഞാൻ ആസ് എ വ്യക്തി ആരാണ്, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, ഏത് നിറമാണ് ഇഷ്ടം, ഇത് ഞാനായിട്ട് വോളണ്ടിയർ ചെയ്ത് അങ്ങോട്ടേക്ക് വ്യക്തിപരമായ ചോദ്യങ്ങളുടെ ഞാൻ പറയുന്നത് ഈവൻ കാൽപ്പനികമായിട്ട് എൻ്റെ ലൈഫിൽ എന്താണെന്നുള്ളത് വേറൊരു രീതിയിൽ പറയാം. ഞാനൊരു ആക്ടറാണ്. ഇപ്പം തന്നെ ആക്ടിവിസ്റ്റ് എന്നുള്ള സ്പേസിൽ ഞാൻ ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. സോ സംടൈംസ് പീപ്പിൾ തിങ്ക് ഞാൻ ചെയ്യുന്ന അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് പോലും ഞാനാണെന്ന്. മനസ്സിലായില്ലേ? സോ നൗ യു ആസ്ക് മീ മൈ റൊമാൻറ്റിക് ഐഡിയാസ് ആൻഡ് ഐ ഗിവ് യു ആൻ ആൻസർ.